നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കശുമാങ്ങയിൽ നിന്നും പാനീയവുമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മുയൽ വളർത്തൽ, കാട വളർത്തൽ വിഷയങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി കേരളത്തിൽ മഴ സജീവമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കശുമാങ്ങയിൽ നിന്നും പാനീയവുമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള. കാസർഗോഡ് മുളിയാറിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്ന് പുറത്തിറക്കിയ ഒസിയാന കാർബണേറ്റഡ് പാനീയത്തിന്റെ അത്യാധുനിക പഴച്ചാർ സംസ്കരണ ഫാക്ടറിയുടെ ഉദ്ഘാടന കർമ്മം കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു. കാർഷിക മേഖല വൈവിധ്യവൽക്കരണത്തിലേക്ക് കടക്കണമെന്നും നിലവിൽ കേരള ഗ്രോ എന്ന ബ്രാൻഡിൽ ഇറക്കിയ ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡഡ് ഷോറൂമുകളിലൂടെ വിപണി കണ്ടെത്തുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. CH കുഞ്ഞമ്പു MLA അധ്യക്ഷനായ ചടങ്ങിൽ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മിനി, പഞ്ചായത്ത് അംഗം റെയ്സ റാഷിദ്, PCK ചെയർമാൻ OP അബ്ദുൾ സലാം, MD ജെയിംസ് ജേക്കബ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KS കുര്യാക്കോസ്, പ്രൊഫസർ K മോഹൻകുമാർ, ജോയി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും പങ്കെടുത്തു. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 10-ാം തീയതി മുയൽ വളർത്തൽ എന്ന വിഷയത്തിലും സെപ്റ്റംബർ 12-ാം തീയതി കാട വളർത്തൽ എന്ന വിഷയത്തിലും പരിശീലനം നൽകുന്നു. പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കർഷകർ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. അടുത്ത ഒരാഴ്ച കൂടി കേരളത്തിൽ മഴ സജീവമായി തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ ആന്ധ്രാതീരത്ത് സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നതാണ് സംസ്ഥാനത്ത് മഴ സാധ്യത ഉയർത്താൻ കാരണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായി മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 8-ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ 8-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.